ചിലതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തും. മനുഷ്യവംശം കടന്നുവന്ന വഴികളും അവന്റെ അതിജീവനത്തിന്റെ പോരാട്ടങ്ങളും ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. മനുഷ്യർ ജനതകളായും ജനവാസ മേഖലകൾ രാജ്യമായും പിന്നീട് സാമ്രാജ്യങ്ങളുമായി മാറുന്നതും മനോഹര ചിത്രങ്ങളായി ചരിത്രത്താളുകളിൽ വരച്ചിട്ടിട്ടുണ്ട്. സാമ്രാജ്യങ്ങൾ അടക്കി ഭരിച്ച ഭരണകൂടങ്ങളുടെയും ഭരണാധികാരികളുടെയും ഉയർച്ച താഴ്ചകളും മനുഷ്യ ചരിത്രത്തിലെ വിസ്മരിക്കാൻ കഴിയാത്ത ഏടുകളാണ്. ഭരണകൂടത്തെ കൈപ്പിടിയിലൊതുക്കി ജനതകളെ മുന്നോട്ട് നയിച്ച ചിലരെയെങ്കിലും ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് അവരുടെ ക്രൂരതകൾ കൊണ്ടാണ്. അത്തരമൊരു ഭരണാധികാരിയായിരുന്നു സോവിയറ്റ് യൂണിയനെ അടക്കി ഭരിച്ച ജോസഫ് സ്റ്റാലിൻ. തീർത്ത ഏകാധിപത്യത്തിന്റെ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ച 1953 മാർച്ച് 5 മരണമടഞ്ഞ സ്റ്റാലിനെ കുറിച്ചുള്ളതാണ് അന്നീ നാളിന്റെ ഈ എപ്പിസോഡ്. കമ്മ്യൂണിസത്തിന്റെ ഇരുമ്പുമറ എന്നറിയപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയനെ 1/4 നൂറ്റാണ്ടോളം അടക്കി ഭരിച്ച ജോസഫ് സ്റ്റാലിനെ ക്രൂരനായ ഏകാധിപതി എന്ന് വിശേഷിപ്പിക്കാം. ഭരണകൂടത്തെ എതിർത്ത 10,000-കണക്കിന് ആളുകളുടെ മരണത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ട ലക്ഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും കാരണക്കാരനായിരുന്നു ജോസഫ് സ്റ്റാലിൻ. തനിക്ക് ഇഷ്ടമല്ലാത്ത എല്ലാത്തിനെയും നിഷ്കരുണം ഇല്ലാതാക്കിയ ജോസഫ് സ്റ്റാലിന്റെ ബാല്യവും കൗമാരവും അധികാര വഴികളിലേക്കുള്ള യാത്രയും നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. റഷ്യൻ സാമ്രാജ്യത്തിലെ ജോർജിയയിൽ 1879 ഡിസംബർ 18 ജോസഫ് സ്റ്റാലിൻ ജനിച്ചു. കടുത്ത ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ജോസഫിന്റെ ബാല്യകാലം. പിതാവ് ബെസോ ജോർജിയൻ തലസ്ഥാനമായ ടിഫ്ലിസിലെ ഒരു ഫാക്ടറി ജീവനക്കാരനായിരുന്നു. റഷ്യയിലെ സാധാരണ തൊഴിലാളികളെപ്പോലെ സ്ഥിരം മദ്യപാനിയായിരുന്നു ജോസഫിന്റെയും പിതാവ്. അലക്കുകാരിയായ അമ്മയായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്. മദ്യത്തിന് അടിമയായിരുന്ന പിതാവ് പോഷകാഹാരക്കുറവ് മൂലം ശോഷിച്ചവനായ ജോസഫിനെയും സഹോദരങ്ങളെയും മർദ്ദിക്കുന്നതും പതിവായിരുന്നു. അമ്മ പറഞ്ഞുകൊടുക്കാറുള്ള ജോർജിയൻ നാടോടി കഥകളും റഷ്യൻ ഭരണകൂടത്തിനെതിരെ ജോർജിയക്കാർ നടത്തിയ പോരാട്ട കഥകളുമാണ് അവനെ അല്പമെങ്കിലും സന്തോഷിപ്പിച്ചത്. ക്രിസ്തീയ വിശ്വാസിയായ അമ്മ ജോസഫ് സ്റ്റാലിൻ ഒരു പുരോഹിതനായി കാണണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അവന്റെ പിതാവ് അവന് 12 വയസ്സുള്ളപ്പോൾ താൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിലേക്ക് തൊഴിലെടുക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. അമ്മ ഇതിനെ എതിർക്കുകയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ സ്റ്റാലിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മകനെ വൈദികനാക്കണമെന്ന ആഗ്രഹത്തോടെ 1895 ടിഫ്ലിസിലെ ഒരു സെമിനാരിയിൽ അവനെ പഠിക്കാൻ അയച്ചു. ഇതോടെ ബെസോ ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് വിവാഹബന്ധം വേർപെടുത്തി. കുടുംബബന്ധത്തിലെ താളപ്പിഴകളും ദുരിതപൂർണമായ സാമൂഹ്യ സാഹചര്യങ്ങളും ജോസഫ് സ്റ്റാലിന്റെ മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. സെമിനാരിയിൽ ചേർന്നെങ്കിലും അവനിൽ ഒരു വിമത വ്യക്തിത്വം ഉടലെടുത്തു. ബൈബിൾ പഠിക്കുന്നതിനു പകരം കാറൽ മാർക്സിന്റെ രഹസ്യരചനകൾ വായിക്കാൻ അവൻ താൽപ്പര്യപ്പെട്ടു. ക്രമേണ അതിലെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ജോസഫ് ടിഫ്ലിസിലെ ഒരു പ്രാദേശിക സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ ചേരുകയും ചെയ്തു. റഷ്യൻ രാജവാഴ്ചയ്ക്കെതിരായ വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടുവന്ന അക്കാലത്ത് ജോസഫ് തന്റെ കൂടുതൽ സമയവും അതിനായി ചെലവഴിച്ചതോടെ വൈദിക പഠനത്തോടുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടു. അമ്മയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ജോസഫ് നിരീശ്വരവാദത്തിലേക്ക് നീങ്ങി. സെമിനാരിയിലെ പുരോഹിതരുമായി ഇടയ്ക്കിടെ തർക്കത്തിലേർപ്പെടുന്നത് പതിവായി. പരീക്ഷകളിൽ പരാജയപ്പെട്ടതോടെ 1899 ജോസഫ് സെമിനാരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 4 വർഷത്തെ സെമിനാരി പഠനം അവിടെ അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ക്രിസ്തുമതത്തിനെതിരെയുള്ള ഒരു മനോഭാവം അവനിൽ ശക്തിപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തീയ സഭകളോടുള്ള കടുത്ത ശത്രുതയായി അത് മാറി. സെമിനാരിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴേക്കും കൗമാരക്കാരനായ ജോസഫ് കമ്മ്യൂണിസത്തിലേക്ക് പൂർണ്ണമായും ആകർഷിക്കപ്പെട്ടിരുന്നു. സെമിനാരിയിൽ നിന്ന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിച്ചത് അവന് നേട്ടമായി. പഠനം ഉപേക്ഷിച്ച ജോസഫ് ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ക്ലർക്കായി ജോലി സംഘടിപ്പിച്ചു. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് ജോസഫ് തന്റെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഒരുമിപ്പിച്ച് പണിമുടക്കുകൾ, പ്രതിഷേധങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് തന്റെ സംഘടനാ പാടവം തെളിയിച്ചു. എന്നാൽ ഇതോടെ സർഭരണകൂടത്തിലെ രഹസ്യ പോലീസ് ജോസഫിനെ അന്വേഷിച്ചു തുടങ്ങി. സറിസ്റ്റ് രഹസ്യ പോലീസിന്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ജോസഫ് ഒളിവിൽ പോയി.
ഒളിവിലിരിക്കെ വ്ളാഡിമിർ ലെനിന്റെ ബോൾഷെവിക് പാർട്ടിയിൽ ചേർന്ന ജോസഫ് സ്റ്റാലിൻ 1905 ആദ്യ റഷ്യൻ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധത്തിന് നേതൃത്വം നൽകി. ഇതിനിടെ ജോസഫ് ഒരു കുലീന കുടുംബത്തിൽ നിന്നുള്ള കേദേവൻ സൊനിറ്റ്സയെ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു മകനുണ്ടായി. ഫിൻലൻഡിലെ ഒരു പാർട്ടി സമ്മേളനത്തിൽ വെച്ച് സ്റ്റാലിന് ലെനിനുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചു. ആ ഗറില്ല പോരാളിയെ ലെനിന് ഇഷ്ടമായി. ബോൾഷെവിക്കുകളുടെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് അനുകൂല പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ തീർത്തും രഹസ്യമായിരുന്നു. ഇത്തരം രഹസ്യപ്രവർത്തനത്തിന് പണം കണ്ടെത്തുകയും തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങൾ നടത്തുകയുമായിരുന്നു ഫിൻലൻഡ് പാർട്ടി സമ്മേളനത്തിന്റെ അജണ്ട. പണം കണ്ടെത്തുന്നതിനുള്ള ഒരു തന്ത്രം ജോസഫ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചു. അതുപ്രകാരം 1907 ജോസഫിന്റെ നേതൃത്വത്തിൽ ടിഫ്ലിസിലെ ഒരു ബാങ്ക് കവർച്ച ആസൂത്രണം ചെയ്തു. ഏകദേശം $3.4 മില്യൺ വിലമതിക്കുന്ന 2.5 ലക്ഷം റൂബിളുകൾ അവർ കവർച്ച ചെയ്തു. ബാങ്ക് കവർച്ചയ്ക്ക് ശേഷം സറസ്റ്റ് സേനയിൽ നിന്ന് രക്ഷപ്പെടാൻ ജോസഫ് ഭാര്യയെയും മകനെയും കൂട്ടി അസർബൈജാനിലേക്ക് യാത്രയായി. എന്നാൽ യാത്രക്കിടെ ടൈഫസ് ബാധിച്ച് ഭാര്യ കേദേവൻ മരിച്ചു. മകനെ ഭാര്യയുടെ മാതാപിതാക്കളുടെ കയ്യിലേൽപ്പിച്ച് മുഴുസമയ പാർട്ടി പ്രവർത്തകനായി സ്റ്റാലിൻ മാറി. ജോസഫിന്റെ ധീരതയും നേതൃപാടവവും പാർട്ടിയുടെ ഉന്നത പദവികളിലേക്ക് അയാളെ നയിച്ചു. എന്നാൽ വിപ്ലവം സംഘടിപ്പിച്ചതിന്റെ പേരിൽ സ്റ്റാലിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1910 സർ ഭരണകൂടം സ്റ്റാലിനെ സൈബീരിയയിലേക്ക് നാടുകടത്തി. സൈബീരിയയിലെ പ്രവാസകാലത്ത് തന്റെ എഴുത്തിലൂടെ പാർട്ടിയെയും പ്രവർത്തകരെയും സ്റ്റാലിൻ വിപ്ലവത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. 2 വർഷത്തിന് ശേഷം മോചിപ്പിക്കപ്പെട്ട സ്റ്റാലിൻ 1912 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പ്രവൃത്തിയുടെ പത്രാധിപരായി ചുമതലയേറ്റു. ഇക്കാലത്താണ് ഉരുക്കുമനുഷ്യൻ എന്നർത്ഥം വരുന്ന സ്റ്റാലിൻ എന്ന പേര് ജോസഫ് സ്വയം സ്വീകരിക്കുന്നത്. അതേ വർഷം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിയെന്ന നിലയിൽ സ്റ്റാലിനെ ബോൾഷെവിക് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. സ്വയം സ്വീകരിച്ച പേര് അർത്ഥമാക്കിയതുപോലെ പിന്നീട് പാർട്ടിയെയും ഭരണത്തെയും തന്റെ ഉരുക്കുമുഷ്ടികൾക്ക് കീഴിൽ ഞെരിച്ചമർത്തുകയായിരുന്നു അയാൾ. സർ ചക്രവർത്തിമാരുടെ കിരാത ഭരണത്തെ അട്ടിമറിച്ച 1917 ഒക്ടോബർ വിപ്ലവം സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ ഉയർച്ചയ്ക്കും കാരണമായി. സർ ഭരണകൂടത്തെ മറിച്ചിട്ട വിപ്ലവ പാതയിലേക്ക് ആശയങ്ങൾ കൊണ്ട് ആയിരങ്ങളെ നയിച്ച ലെനിനും വാക്കുകൾ കൊണ്ട് അവരെ പോരാളികളാക്കി മാറ്റിയ ട്രോട്സ്കിക്കും വിജയത്തിന്റെ തേര് തെളിയിച്ചത് സ്റ്റാലിന്റെ സംഘാടക മികവായിരുന്നു. ആ മികവ് അധികാരത്തിലേക്കുള്ള വഴിയിൽ സ്റ്റാലിന്റെ കരുത്തായിരുന്നു. സർഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ബോൾഷെവിക് പാർട്ടി തിരികൊളുത്തിയത് സമാധാനം, റൊട്ടി, ഭൂമി എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. ആ മുന്നേറ്റത്തെ റഷ്യൻ വിപ്ലവമെന്ന് ലെനിൻ വിശേഷിപ്പിച്ചു. 1913 മുതൽ 1917 വരെ സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ടതിനാൽ 1917 റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച പല പ്രവർത്തനങ്ങളിലും സ്റ്റാലിന് പങ്കുണ്ടായിരുന്നില്ല. 1917 മാർച്ചിൽ തടവിൽ നിന്ന് മോചിതനായ ശേഷമാണ് സ്റ്റാലിൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമാകുന്നത്. ലെനിന്റെ ആശയങ്ങൾ തൊഴിലാളി സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിൽ ബോൾഷെവിക് മുഖപത്രമായ പ്രാവതയ്ക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു. പ്രാവതയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് സ്റ്റാലിൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് എത്തുന്നത്. സെമിനാരി ജീവിതകാലത്തെ ആഴമായ വായനയും അവിടെ നിന്ന് ലഭിച്ച പാശ്ചാത്യ ശൈലിയിലുള്ള വിദ്യാഭ്യാസവും ആശയങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുന്നതിന് സ്റ്റാലിനെ സഹായിച്ചു. ഒക്ടോബർ വിപ്ലവത്തിന്റെ ആശയം ലെനിന്റേതായിരുന്നുവെങ്കിലും വിപ്ലവത്തിന് നേതൃത്വം നൽകി തൊഴിലാളികളെ നയിച്ചത് ട്രോട്സ്കിയും ജോസഫ് സ്റ്റാലിനുമായിരുന്നു. പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ സറിന്റെ സൈന്യം ലെനിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തി. എന്നാൽ സ്റ്റാലിൻ തന്ത്രപരമായ നീക്കത്തിലൂടെ ലെനിന് ഫിൻലൻഡിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കി. ഇത്തരം ഒളിപ്പോർ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ മറ്റ് ബോൾഷെവിക് നേതാക്കളെക്കാൾ സമർത്ഥനായിരുന്നു സ്റ്റാലിൻ. ലെനിനെ സഹായിച്ചതിന്റെ പ്രത്യുപകാരമായി ബോൾഷെവിക് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് സ്റ്റാലിൻ നിയമിക്കപ്പെട്ടു. ഒക്ടോബർ വിപ്ലവത്തിലൂടെ ബോൾഷെവിക് പാർട്ടി റഷ്യയിൽ ഭരണം പിടിച്ചു. ലെനിൻ അധികാരമേറ്റപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സ്റ്റാലിനെ നിയമിച്ചു. പാർട്ടിയിലും ഭരണത്തിലും മധ്യസ്ഥനായി പ്രവർത്തിച്ചുകൊണ്ട് മികച്ച നേതാവെന്ന് സ്റ്റാലിൻ പേരെടുത്തു.
സർഭരണം അട്ടിമറിക്കപ്പെട്ടതോടെ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. സർഭരണത്തിന് അന്ത്യം കുറിച്ചെങ്കിലും ബോൾഷെവിക്കുകൾ രാജ്യം ഭരിക്കുന്നതിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നില്ല. റെഡ് ആർമി എന്നറിയപ്പെട്ടിരുന്ന ബോൾഷെവിക് സേനയും വിവിധ ബോൾഷെവിക് വിരുദ്ധ വിഭാഗങ്ങൾ ചേർന്ന വൈറ്റ് ആർമിയും തമ്മിൽ യുദ്ധം രൂക്ഷമായി. ആയിരത്തി 1921 വരെ ആഭ്യന്തര യുദ്ധം നീണ്ടു. 1921 വൈറ്റ് ആർമി പരാജയപ്പെട്ടു. സ്റ്റാലിൻ, ട്രോട്സ്കി എന്നിവർക്ക് പ്രധാന പദവികൾ നൽകി ലെനിൻ തന്റെ സർക്കാരിനെ പുനഃസംഘടിപ്പിച്ചു. ആശയപരമായി സ്റ്റാലിനും ട്രോട്സ്കിയും എതിരാളികളായിരുന്നുവെങ്കിലും ലെനിൻ അവരുടെ വ്യത്യസ്ത കഴിവുകളെ വിലമതിക്കുകയും രണ്ടുപേരെയും അംഗീകരിക്കുകയും ചെയ്തു. സർക്കാരിൽ മുഖ്യ പദവി ലഭിച്ചതോടെ വിപ്ലവകാലത്ത് ഒളിച്ചോടിയവരെയും റിനഗേഡുകളെയും പരസ്യമായി വധിക്കാൻ സ്റ്റാലിൻ ഉത്തരവിട്ടു. പാർട്ടിയിലെയും ഭരണത്തിലെയും തന്റെ അധീശത്വം ഉറപ്പിക്കുകയായിരുന്നു സ്റ്റാലിന്റെ ലക്ഷ്യം. 1922 ലെനിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയതോടെ ഭരണപരമായ കാര്യങ്ങളിൽ സ്റ്റാലിനും ട്രോട്സ്കിയും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചു. ലെനിന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന ചോദ്യം ഉയർന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും ലിയോൺ ട്രോട്സ്കി ലെനിന്റെ പിൻഗാമിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളോടും പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിനും താൽപ്പര്യമായിരുന്നു. സർഭരണകൂടത്തെ നിഷ്കാസനം ചെയ്തതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയം ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ ട്രോട്സ്കി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മാർക്സിസത്തെ മുൻനിർത്തി ഒരു സോഷ്യലിസ്റ്റ് രാജ്യമെന്ന സങ്കല്പമാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചത്. സോവിയറ്റ് യൂണിയനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി മാറ്റിയാൽ അത് കണ്ട് മറ്റ് രാജ്യങ്ങളും കമ്മ്യൂണിസത്തിലേക്ക് വരുമെന്നായിരുന്നു സ്റ്റാലിന്റെ പക്ഷം. ഈ ആശയത്തെ മുൻനിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ വിശ്വസ്തത വളർത്തിയെടുക്കാൻ സ്റ്റാലിന്റെ നിലപാട് അദ്ദേഹത്തെ സഹായിച്ചു. ലെനിനോ ട്രോട്സ്കിക്കോ ഈ നീക്കം മുൻകൂട്ടി കാണാനും കഴിഞ്ഞില്ല. അങ്ങനെ 1922 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സ്റ്റാലിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിരുന്നാലും സ്റ്റാലിന് വലിയൊരു വിഭാഗം തൊഴിലാളി വർഗത്തിൻ്റെയും സമ്മതി ലഭിച്ചിരുന്നില്ല. ട്രോട്സ്കിക്ക് സ്റ്റാലിനേക്കാൾ വളരെയധികം ജനപ്രീതിയുണ്ടായിരുന്നു. മിതഭാഷിയും അനുനയത്തിന്റെ പാതയിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ട്രോട്സ്കി പ്രതിപക്ഷ ബഹുമാനം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രമുഖരായ ഈ രണ്ടു നേതാക്കളെക്കുറിച്ചും തൊഴിലാളി വർഗത്തിനുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കിയ ലെനിൻ അധികാരം പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. 1924 ജനുവരി 21 ലെനിൻ മരിച്ചു. ലെനിന്റെ മരണശേഷം സ്റ്റാലിൻ ഭരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ട്രോട്സ്കി ഈ നയത്തെ വിമർശിച്ചതോടെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തി സ്റ്റാലിൻ അയാളെ നാടുകടത്തി. 1927 ആയപ്പോഴേക്കും സ്റ്റാലിൻ സോവിയറ്റ് യൂണിയന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത തലവനായി മാറി. രാഷ്ട്രീയ എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കി. അധികാരം പൂർണ്ണമായി കൈവന്നതോടെ സോവിയറ്റ് യൂണിയനെ ഒരു ആധുനിക വ്യവസായ രാജ്യമാക്കി മാറ്റാനുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ഒരു പരമ്പര സ്റ്റാലിൻ അവതരിപ്പിച്ചു. ഒരു ഏകാധിപതിയുടെ ജനനമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റുകൾ സ്വപ്നം കാണുന്ന സമത്വ സുന്ദര സ്വർഗത്തിലേക്കുള്ള വാതിലാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പാർട്ടി അനുഭാവികളായ ദശലക്ഷങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു സ്റ്റാലിന്റെ ആത്യന്തിക ലക്ഷ്യം. സോവിയറ്റ് യൂണിയനെ ഒരു ആധുനിക കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി മാറ്റിക്കൊണ്ട് മുതലാളിത്തത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കാൻ സ്റ്റാലിൻ തീരുമാനിച്ചു. അതിനായി ജനങ്ങൾ കഷ്ടപ്പെടേണ്ടത് ഉണ്ടെന്ന് അയാൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഈ നീക്കം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ആദ്യ ചുവടുവയ്പായിരുന്നു. സോവിയറ്റ് യൂണിയനെ ആധുനികവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ കമ്മ്യൂണിസം പൂർണ്ണമാകൂ എന്ന് സ്റ്റാലിൻ കണക്കുകൂട്ടി. അത് പരാജയപ്പെട്ടാൽ അതിന്റെ മുതലാളിത്ത അയൽക്കാർ രാജ്യം നശിപ്പിക്കുമെന്നും സ്റ്റാലിൻ ഭയപ്പെട്ടു. കൽക്കരി, എണ്ണ, ഉരുക്ക് എന്നിവയുടെ ഉൽപ്പാദനം കൂട്ടാൻ ബൃഹത് പദ്ധതികൾ സ്റ്റാലിൻ ഭരണകൂടം തയ്യാറാക്കി. ആയിരക്കണക്കിന് യുവാക്കളെ ഖനികളിലേക്ക് നിർബന്ധിത ജോലിക്കായി നിയോഗിച്ചു. രാഷ്ട്രത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ യുവജനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നായിരുന്നു സ്റ്റാലിന്റെ നിലപാട്. പാർട്ടി പ്രാദേശിക ഘടകത്തിലെ സെക്രട്ടറിമാർക്ക് കീഴിൽ ജനങ്ങൾ രാജ്യത്തിനു വേണ്ടി അടിമകളെപ്പോലെ പണിയെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. രാജ്യത്ത് വൻ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട സ്റ്റാലിൻ തന്റെ പദ്ധതികൾ നിഷ്കരുണം നടപ്പിലാക്കി. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഫാക്ടറികൾ നിർബന്ധിക്കപ്പെട്ടു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമമെന്ന തൊഴിലാളി വർഗ ആശയം സ്റ്റാലിൻ തന്നെ അട്ടിമറിച്ചു. തൊഴിലാളികളെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരോഗ്യ ദൃഢഗാത്രരായ യുവാക്കളെ കൂട്ടത്തോടെ ഫാക്ടറി ജോലികൾക്കായി നിയോഗിച്ചു.
പാർട്ടി സെക്രട്ടറിമാർ കങ്കാണികളായി. ജോലി ചെയ്യുന്നതിൽ മടികാട്ടിയവരെയും വിശ്രമമില്ലാത്ത ജോലിക്കെതിരെ പരാതി പറഞ്ഞവരെയും തടവിലാക്കി. നിരവധി പേരെ കാണാതായി. പ്രതികരണശേഷിയുള്ളവരെ ഭരണകൂടത്തിന്റെ ശത്രുക്കളെന്ന് മുദ്രകുത്തി ഇല്ലാതാക്കി. എല്ലാം രാജ്യത്തിനും ജനത്തിനും വേണ്ടിയാണെന്നായിരുന്നു പാർട്ടി നേതാക്കൾ പറഞ്ഞു നടന്നത്. ജനങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ നേതാക്കൾ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചു. സ്റ്റാലിൻ അധികാരമേൽക്കുമ്പോൾ സോവിയറ്റ് കാർഷിക മേഖലയിൽ ഭൂവുടമ സമ്പ്രദായം നിലനിന്നിരുന്നു. ലെനിൻ ഭൂമി പൂർണ്ണമായും ദേശസാൽക്കരിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ കഴിവുകേട് മൂലം കാർഷിക മേഖലയിൽ ഉൽപാദനം കുറഞ്ഞു. രാജ്യത്ത് ക്ഷാമം പിടിപെട്ടു തുടങ്ങി. വ്യവസായ സ്ഥാപനങ്ങളുടെ ഭാഗമായി മാറിയ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ തീറ്റിപ്പോറ്റാൻ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു. 1928 മുതൽ 1940 വരെയുള്ള സ്റ്റാലിൻ കാലഘട്ടത്തിൽ കാർഷികോൽപാദനം കൂട്ടാനുള്ള ശ്രമം നടന്നു. ഗ്രൂപ്പ് ഫാമിംഗ് സമ്പ്രദായം ആവിഷ്കരിച്ചു. സ്വകാര്യ ഫാമുകളെല്ലാം ഗ്രൂപ്പുകൾക്ക് കീഴിലാക്കി. ഗ്രൂപ്പുകളെന്നാൽ പാർട്ടി തന്നെ. ധാന്യങ്ങൾ കണ്ടുകെട്ടാതിരിക്കാൻ അവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കർഷകർ ഇതിനെ എതിർത്തു. കൃഷിയില്ലെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്താൻ അവർ കന്നുകാലികളെപ്പോലും ഇല്ലാതാക്കിയാണ് ദേശസാൽക്കരണത്തിനെതിരെ പ്രതികരിച്ചത്. ഇതോടെ ക്ഷാമം രൂക്ഷമായി. 5 ദശലക്ഷം റഷ്യക്കാർ ക്ഷാമം മൂലം മരിച്ചു എന്നാണ് കണക്ക്. ഭൂദേശസാൽക്കരണത്തെ എതിർത്ത ഭൂവുടമകളെ സ്റ്റാലിന്റെ രഹസ്യ പോലീസ് പിടികൂടി ജയിലിലടച്ചു. കൃഷിഭൂമിയെല്ലാം പാർട്ടി നേതൃത്വത്തിന് കീഴിലെ ഗ്രൂപ്പുകൾക്ക് കൈമാറി. 1930കളുടെ അവസാനത്തോടെ കൃഷി പൂർണ്ണമായും സർക്കാരിന് കീഴിലായി. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് ധാന്യത്തിന്റെ വൻ ശേഖരം സർക്കാരിന്റെ കൈവശം വെച്ചു. കർഷകർക്ക് കൂലിക്ക് പകരം ഭക്ഷണം നൽകി. പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നടപ്പിലാക്കിയ റേഷനിംഗ് സമ്പ്രദായം ജനജീവിതം ദുഷ്കരമാക്കി. സ്റ്റാലിൻ ഭരണകൂടം ഫാമുകളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും സമ്പദ്വ്യവസ്ഥയെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഈ ശ്രമങ്ങൾ പലപ്പോഴും കാര്യക്ഷമത കുറഞ്ഞ ഉൽപാദനത്തിലേക്ക് നയിച്ചു. ഗ്രാമങ്ങളെ പട്ടിണി വൻതോതിൽ ബാധിച്ചു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ക്രൂരമായ മാർഗങ്ങൾ അവലംബിക്കുന്നത് സ്റ്റാലിന്റെ ശൈലിയായി. സോവിയറ്റ് യൂണിയനെ വ്യാവസായിക യുഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ആദ്യ വർഷങ്ങളിൽ സ്റ്റാലിൻ അഴിച്ചുവിട്ട കടുത്ത അക്രമവും അടിച്ചമർത്തലും സോവിയറ്റ് യൂണിയന്റെ ഉണങ്ങാത്ത മുറിവുകളായി. സ്റ്റാലിന് കീഴിൽ സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ജനവിരുദ്ധതയുടെ കൂടാരമായിരുന്നു. അപ്രതീക്ഷിതമായി കൈവന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും സംശയിക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഏകാധിപതികളുടെ ഒരു പൊതു സ്വഭാവമാണ്. സ്റ്റാലിനും ഇതിൽ നിന്ന് വിഭിന്നനായിരുന്നില്ല. ഒരേ സമയം സ്വയം വീരനായകനായി അവതരിപ്പിക്കുകയും അതേസമയം തനിക്ക് കീഴിലുള്ളവരെയെല്ലാം ഭയപ്പെടുത്തി നിർത്തുകയും ചെയ്ത സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്ന് തോന്നിയതെല്ലാം ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. 1934, 1939 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ വീരനായകനായി സ്റ്റാലിൻ സ്വയം ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചു. പാർട്ടിക്ക് മേലെ സ്റ്റാലിൻ തന്റെ അധീശത്വം ഉറപ്പിച്ചു. പാർട്ടി സംവിധാനങ്ങൾ നോക്കുകുത്തികളായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സൈന്യത്തെയും എതിർക്കുന്ന ഏതൊരാളെയും ഇല്ലാതാക്കി. സ്റ്റാലിന്റെ ഭരണകാലത്ത് 139 പേരുണ്ടായിരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 93 പേരും സൈനിക നിരയിലെ 103 ജനറൽമാരും 81 അഡ്മിറൽമാരും കൊല്ലപ്പെട്ടു. രഹസ്യ പോലീസിനെ നിയോഗിച്ച് സ്റ്റാലിനിസം കർശനമായി നടപ്പാക്കി. ഒറ്റുകാർക്ക് പണവും പദവികളും ലഭിച്ചു. പാർട്ടിയെയും ഭരണത്തെയും എതിർക്കുന്നവരെന്ന് സംശയിക്കപ്പെട്ടവർക്ക് തടവറയും മരണവുമായിരുന്നു ശിക്ഷ. 3 ദശലക്ഷം ആളുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി മുദ്രകുത്തി സൈബീരിയയിലെ ലേബർ ക്യാമ്പുകളുടെ ഒരു സംവിധാനമായ ഗുലാഗിലേക്ക് അയച്ചു. ഏകദേശം 7,50,000 പേർ ലേബർ ക്യാമ്പുകളിൽ നരകയാതന അനുഭവിച്ചു മരിച്ചു. സോവിയറ്റ് യൂണിയനിലെ ക്രൈസ്തവർക്കെതിരായി ഏറ്റവും അധികം ക്രൂരപീഡനങ്ങൾ അരങ്ങേറിയ കാലഘട്ടമായിരുന്നു ഇത്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പള്ളികളും സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു. ക്രിസ്തീയ ചിഹ്നങ്ങളും അടയാളങ്ങളും ഇല്ലാതായി. വൈദികർ തടങ്കലിലായി. ബൈബിളുകൾ കണ്ടുകെട്ടി. പള്ളികൾ ബോംബ് വെച്ച് തകർത്തു. സെമിത്തേരികൾ ഇടിച്ചു നിരത്തി. ക്രൂശിത രൂപങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു. 1929 സ്റ്റാലിന്റെ അനുമതിയോടെ ആരംഭിച്ച സാംസ്കാരിക വിപ്ലവം മതവിശ്വാസത്തിനെതിരായ തുറന്ന യുദ്ധമായിരുന്നു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം മതത്തിനെതിരായ യുദ്ധം നടത്തുകയായിരുന്നു. മതവിശ്വാസികളിൽ ഗണ്യമായ വിഭാഗം ക്രിസ്ത്യാനികളായിരുന്നതിനാൽ
പള്ളികൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടുന്നതിനും പുരോഹിതരെ അറസ്റ്റ് ചെയ്യുന്നതിനും അനുകൂലമായൊരു നിലപാട് അവർ സാംസ്കാരിക വിപ്ലവത്തിന്റെ പേരിൽ സൃഷ്ടിച്ചെടുത്തു. മതസ്ഥാപനങ്ങളുടെ വസ്തുവകകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കയ്യേറി. കുടുംബ ബന്ധങ്ങളെയും ഒട്ടും മാനിക്കാത്ത ആളായിരുന്നു സ്റ്റാലിൻ. 1919 സ്റ്റാലിൻ തൻ്റെ രണ്ടാമത്തെ ഭാര്യ നതാഷയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 മക്കളുണ്ടായി. സ്റ്റാലിൻ നതാഷയെ അധിക്ഷേപിക്കുന്നത് പതിവായിരുന്നു. ഒടുവിൽ അവർ ജീവനൊടുക്കി. സ്റ്റാലിൻ ഇല്ലാതാക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. പക്ഷേ അവളുടെ മരണം അപ്പൻഡിസൈറ്റിസ് മൂലമാണെന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആദ്യ ഭാര്യയിൽ നിന്നുള്ള മകൻ യാക്കോവ് റെഡ് ആർമിയിലെ ഒരു സൈനികനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അവൻ പിടിക്കപ്പെട്ടു. രാഷ്ട്രീയ കാരണങ്ങളാൽ യുദ്ധ തടവുകാരനായി പ്രഖ്യാപിച്ച് അവനെ മോചിപ്പിക്കാമെന്ന് ജർമ്മനി നിർദ്ദേശിച്ചെങ്കിലും സ്റ്റാലിൻ അതിന് സമ്മതിച്ചില്ല. തന്റെ മകൻ സ്വമേധയാ കീഴടങ്ങിയതാണെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. 1943 ഒരു നാസി തടങ്കൽ പാളയത്തിൽ വെച്ച് യാക്കോവ് മരിച്ചു. സ്വകാര്യ ജീവിതത്തിൽ ഇതുപോലെ നിഗൂഢമായ വ്യക്തിത്വം സൂക്ഷിച്ച സ്റ്റാലിൻ പൊതുവേദികളിൽ മനുഷ്യത്വത്തിന്റെ മുഖംമൂടി ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. തന്റെ ജനത്തെ സദാ നിരീക്ഷിക്കുന്ന ഒരു പിതാവായി സ്വയം അവതരിപ്പിക്കുന്ന ഒരു പ്രതിച്ഛായ സ്റ്റാലിൻ സൃഷ്ടിച്ചെടുത്തു. പൊതുവേദികളിൽ കുഞ്ഞുങ്ങളെ കയ്യിലേന്തിയും സ്ത്രീകളെ ബഹുമാനിച്ചും ആ പ്രതിച്ഛായ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി. രാജ്യത്തെങ്ങും സ്റ്റാലിൻ്റെ ചിത്രങ്ങളും പ്രതിമകളും സ്ഥാപിച്ച് സ്വന്തം പ്രതിച്ഛായ ജനങ്ങളിൽ ഉറപ്പിക്കുന്നതിലും സ്റ്റാലിൻ വിരുത് കാട്ടി. സ്റ്റാലിൻ്റെ ബാല്യകാല കഥകളും വിപ്ലവ പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞ് സർക്കാർ മാധ്യമം സ്റ്റാലിനെ വാഴ്ത്തിപ്പാടി. അതേസമയം ജനങ്ങൾ അലസരാകാതിരിക്കാൻ സംഗീത പരിപാടികളും പുസ്തക വായനയും നിരോധിച്ചു. തൊഴിൽ ചെയ്ത് രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കൂ എന്നത് മാത്രമായിരുന്നു സ്റ്റാലിൻ്റെ മന്ത്രം. ജനങ്ങൾ ബാഹ്യസ്വാധീനത്തിൽ പെട്ടുപോകാതിരിക്കാൻ മതസ്ഥാപനങ്ങളും വിനോദ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടി. സ്റ്റാലിന് കീഴിൽ സോവിയറ്റ് യൂണിയനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്തെന്ന് പുറംലോകം അറിയാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കമ്മ്യൂണിസത്തിന്റെ ഇരുമ്പുമറയായിരുന്നു സോവിയറ്റ് യൂണിയനെങ്കിൽ ആ ഇരുമ്പുമറയുടെ കാവൽക്കാരനായിരുന്നു ജോസഫ് സ്റ്റാലിൻ. 4 നൂറ്റാണ്ട് കാലം സോവിയറ്റ് ജനതയെ അടക്കി ഭരിച്ച ക്രൂരനായ ആ ഏകാധിപതിയുടെ അന്ത്യം കുറിച്ചത് 2ാം ലോക മഹായുദ്ധമാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണക്കാർ നാസി ജർമ്മനിയാണെങ്കിലും ആ യുദ്ധക്കളത്തിൽ ലോകരാജ്യങ്ങളെ ഇരുചേരികളിലാക്കി നിലനിർത്തുന്നതിലും ദശലക്ഷങ്ങളുടെ ജീവനാശത്തിനും ഇടയാക്കുന്നതിൽ സ്റ്റാലിന്റെ പങ്ക് വലുതാണ്. 1939 അഡോൾഫ് ഹിറ്റ്ലർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശക്തമായ ഭീഷണിയായി മാറിയിരുന്നു. ഹിറ്റ്ലർ കമ്മ്യൂണിസത്തിനും എതിരായി നിലകൊണ്ടു. എങ്കിലും സോവിയറ്റ് യൂണിയനോട് നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഹിറ്റ്ലർ ആഗ്രഹിച്ചില്ല. കിഴക്കൻ യൂറോപ്പിനെ ജർമ്മനിയോട് ചേർക്കാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചിരുന്നു. ഈ ലക്ഷ്യത്തോടെ നാസി സൈന്യം സ്റ്റാലിനുമായി ഒരു അധിനിവേശ കരാർ ഒപ്പുവെച്ചു. സോവിയറ്റ് യൂണിയനും ജർമ്മനിക്കുമിടയിൽ കിഴക്കൻ യൂറോപ്പ് രൂപപ്പെടുത്താൻ അവർ സമ്മതിക്കുന്നു. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളോട് കാണിച്ചതുപോലെ സോവിയറ്റ് യൂണിയനുമായുള്ള കരാർ തകർക്കാൻ ഹിറ്റ്ലർ തയ്യാറാകുമെന്ന് സ്റ്റാലിന് മുന്നറിയിപ്പ് ലഭിച്ചെങ്കിലും അത് അവഗണിക്കപ്പെട്ടു. കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് ബാൾട്ടിക് മേഖലയിലും ഫിൻലാൻഡിലും സ്റ്റാലിന് നിയന്ത്രണമുണ്ടായിരുന്നു. എന്നാൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും പരാജയപ്പെടുത്തി മുന്നേറിയ നാസികൾ 1941 പോളണ്ടിലൂടെ സോവിയറ്റ് യൂണിയനെ ലക്ഷ്യമാക്കി സൈനിക നീക്കം നടത്തി. ഹിറ്റ്ലറുടെ നീക്കം തിരിച്ചറിയാൻ വൈകിയ സോവിയറ്റ് ആർമിക്ക് വലിയ നഷ്ടം സംഭവിച്ചു. 1941 ഡിസംബറോടെ ജർമ്മൻ സൈന്യം മോസ്കോയിൽ എത്തുകയും ചെയ്തു. സ്റ്റാലിൻ്റെ ചിത്രങ്ങളും പ്രതിമകളും തകർത്ത് നാസികൾ നഗരത്തെ ആക്രമിച്ചു. നഗരം വിട്ടുപോകാൻ വിസമ്മതിച്ച സ്റ്റാലിൻ അന്തിമ പോരാട്ടത്തിനൊരുങ്ങാൻ സൈനികരോട് കൽപ്പിച്ചു. കരാർ ലംഘനത്തിൽ പ്രകോപിതനായ സ്റ്റാലിൻ ജർമ്മനിക്കെതിരെ അമേരിക്കയുടെയും ഗ്രേറ്റ് ബ്രിട്ടന്റെയും സഹായം തേടി. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിന് കളമൊരുങ്ങി. സഖ്യകക്ഷികളുടെ സഹായം വരുന്നതിന് മുൻപ് ജർമ്മൻ സൈന്യം സോവിയറ്റ് യൂണിയനിലൂടെ കിഴക്കോട്ട് മുന്നേറി. അവർ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. ജർമ്മൻ സൈന്യത്തിന്റെ ആക്രമണം എന്ത് വില കൊടുത്തും തടയാൻ സ്റ്റാലിൻ നിശ്ചയിച്ചു. ജർമ്മൻ സൈന്യത്തിന്റെ പാതയിലുണ്ടായിരുന്ന എല്ലാ കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും കത്തിച്ചു കളയാൻ ഉത്തരവിട്ടു. കൊള്ളയടിക്കാൻ ഒന്നും കിട്ടാതെ ജർമ്മൻ സൈന്യം അധിനിവേശത്തിൽ നിന്ന് പിന്തിരിയുമെന്ന് സ്റ്റാലിൻ പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ ഈ നയം റഷ്യൻ ജനതയുടെ വീടുകളും ഉപജീവന മാർഗങ്ങളും നശിപ്പിക്കുകയും ഭവനരഹിതരായ ധാരാളം അഭയാർത്ഥികളെ സൃഷ്ടിക്കുകയും ചെയ്തു. കഠിനമായ സോവിയറ്റ് ശൈത്യകാലത്ത് ജർമ്മൻ സൈന്യത്തിന്റെ നീക്കം മന്ദഗതിയിലായി.
രണ്ടാം ലോക മഹായുദ്ധത്തിലെ രക്തരൂക്ഷിതമായ ചില ഏറ്റുമുട്ടലുകൾ ഈ നാളുകളിൽ നടന്നു. 1942 അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ എത്താൻ തുടങ്ങി. 1943 സ്റ്റാലിൻ ഗ്രാഡ് കേന്ദ്രീകരിച്ച് നടന്ന യുദ്ധത്തിൽ സഖ്യകക്ഷികൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ജർമ്മൻ സൈന്യത്തെ പരാജയപ്പെടുത്താൻ റഷ്യയ്ക്ക് കഴിഞ്ഞു. എങ്കിലും യുദ്ധത്തിന് സഖ്യസേനയുടെ സഹായം കിട്ടാതിരുന്നതോടെ സ്റ്റാലിനും കൂട്ടാളികളും തമ്മിലുള്ള ബന്ധം വഷളായി. അമേരിക്ക രഹസ്യമായി ആണവ ബോംബ് വികസിപ്പിച്ചപ്പോഴാണ് സ്റ്റാലിനും സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൽ മറ്റൊരു വിള്ളലുണ്ടായത്. സോവിയറ്റ് യൂണിയനുമായി ആണവരഹസ്യം പങ്കിടാൻ അമേരിക്ക വിസമ്മതിച്ചതോടെ സ്റ്റാലിൻ സ്വന്തം ആണവായുധ പദ്ധതി ആരംഭിച്ചു. വലിയ തോതിൽ ആൾനാശമുണ്ടായെങ്കിലും 1943 നാസികളെ പരാജയപ്പെടുത്താൻ സ്റ്റാലിന് കഴിഞ്ഞു. സോവിയറ്റ് ആർമി ജർമ്മനിയിലേക്കും ബെർലിനിലേക്കുമുള്ള എല്ലാ വഴികളിലും നിലയുറപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ച് 1946 ജർമ്മനി സമ്പൂർണ്ണമായി കീഴടങ്ങി. ഈ വിജയത്തിൽ സ്റ്റാലിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. കിഴക്കൻ ബെർലിൻ ഉൾപ്പെടെ കിഴക്കൻ യൂറോപ്പിൻ്റെ വലിയ ഭാഗങ്ങൾ സോവിയറ്റ് സേന കൈവശപ്പെടുത്തി. ഈ രാജ്യങ്ങൾ സോവിയറ്റ് അധിനിവേശ രാജ്യങ്ങളായിരിക്കുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ഇതോടെ സഖ്യകക്ഷികളായ അമേരിക്കയും ബ്രിട്ടനും അദ്ദേഹത്തിൻ്റെ എതിരാളികളായി തീർന്നു. യുദ്ധകാലത്ത് വെസ്റ്റ് ബെർലിനിൽ കുടുങ്ങിപ്പോയവരെ സ്വദേശത്തേക്ക് എത്തിക്കാൻ അമേരിക്കൻ സഖ്യസേന ശ്രമം ആരംഭിച്ചു. എന്നാൽ സഖ്യസേനയുടെ പ്രവേശനം സ്റ്റാലിൻ തടഞ്ഞു. സോവിയറ്റ് സൈനിക ശക്തി വെളിപ്പെടുത്താൻ 1949 ഓഗസ്റ്റ് 29 സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചു. ഇതോടെ അമേരിക്കയും റഷ്യയും ഇരുചേരികളിലായി ശീതയുദ്ധത്തിന് തുടക്കം കുറിച്ചു. യുദ്ധാനന്തരം കിഴക്കൻ യൂറോപ്പിലും ലോകമെമ്പാടും കമ്മ്യൂണിസം വ്യാപിപ്പിക്കാനുള്ള സ്റ്റാലിൻ്റെ ശ്രമങ്ങളാണ് ശീതയുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചാൽ യൂറോപ്പിനെ പുനർനിർമ്മിക്കാനുള്ള സംയുക്ത തീരുമാനം സ്റ്റാലിൻ അട്ടിമറിച്ചു. യുദ്ധസമയത്ത് താൻ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറായില്ല. ആ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സർക്കാരിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും അവസാനിപ്പിച്ച് റഷ്യയുടെ സാമന്ത രാജ്യങ്ങളായി. എങ്കിലും സഖ്യകക്ഷികൾ സ്റ്റാലിനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം നടത്താൻ തയ്യാറായില്ല. സ്റ്റാലിന് ഇത്തരത്തിൽ നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് US പ്രസിഡന്റ് ഹാരി ട്രൂമാൻ മുന്നറിയിപ്പ് നൽകി. സ്റ്റാലിനെ തടയാൻ ഗ്രീസിനും തുർക്കിക്കും അമേരിക്കൻ സഹായം ലഭിച്ചു. 1948 ബെർലിൻ നഗരത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും US പരാജയപ്പെടുത്തി. ബെർലിനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിക്കാൻ സ്റ്റാലിൻ നിർബന്ധിതനായി. ബെർലിനും ജർമ്മനിയുടെ ബാക്കി ഭാഗങ്ങളും തമ്മിൽ വിഭജിക്കപ്പെട്ടു. 1961 നിർമ്മിക്കപ്പെട്ട ബെർലിൻ മതിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ തീവ്രതയുടെ പ്രതീകമായി. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള മത്സരം ന്യൂക്ലിയർ യുദ്ധം ആസന്നമാണെന്ന് തോന്നൽ ഉളവാക്കിയെങ്കിലും 1991 സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ആ ആശങ്കകളും ഇല്ലാതായി. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ അന്ത്യനാളുകളും ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു. അവസാന നാളുകളിൽ കൂടുതൽ സംശയാലുവായി തീർന്ന സ്റ്റാലിൻ പാർട്ടിക്കുള്ളിലെ എതിരാളികളെ ഇല്ലാതാക്കുന്നത് പതിവായി. മദ്യത്തിനും മനവിഭ്രാന്തിക്കും അടിമപ്പെട്ട സ്റ്റാലിൻ 1953 മാർച്ച് 5 മരണമടഞ്ഞു. സോവിയറ്റ് ജനത ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പേരാണ് സ്റ്റാലിൻ്റേത്. ഏകാധിപതികൾക്ക് ഒരു വലിയ പാഠം കൂടിയാണ് ആ ജീവിതം. അന്നീ നാളിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.